ാണ് പണം നൽകാനുള്ളത്, എന്തൊക്കെ മാനസിക പ്രയാസങ്ങളാണ് അദ്ദേഹം അഭിമുഖീകരിച്ചത് എന്നെല്ലാം വളരെ വിശദീകരിച്ചതിന് ശേഷമാണ് എൻ്റെ മരണത്തിന് ഉത്തരവാദികൾ ആരൊക്കെയായിരിക്കുമെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ എഴുതി വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് പോലീസ് പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇനി കോൺഗ്രസിൻ്റെ തന്നെ ഏറ്റവും വലിയ ഒരു നേതാവും അദ്ദേഹത്തിൻ്റെ മകനും മരിക്കാനിടയായതിന് ഉത്തരവാദിയായിക്കൊണ്ടാണ് ഇവർ പ്രതി ചേർക്കപ്പെട്ടുള്ളത്. അതുകൊണ്ട് ഇനിയും നേരത്തെ KPCC പ്രസിഡന്റും VD സതീശനും ഒക്കെ ചെയ്തതുപോലെ കുടുംബത്തെ ആക്ഷേപിച്ചുകൊണ്ടോ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടോ ഇനിയും ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇതിന് മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് അടിയന്തരമായി രാജിവെക്കാനും അന്വേഷണം നേടാനും തയ്യാറാകണം. അതോടൊപ്പം ഇവരെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ശക്തമായ പ്രക്ഷോഭവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ 10 വർഷക്കാലം, ഒരു പതിറ്റാണ്ട് കാലമായി തുടരുന്ന ഒരു ഈ തൊഴിൽ വിൽപ്പന അങ്ങനെ തന്നെ ഇതിനെ കണ്ടൂടെ? അല്ല, തീർച്ചയായും കോടികളുടെ നിയമന തട്ടിപ്പാണ് ഇതിൻ്റെ ഭാഗമായി പുറത്തു വന്നിട്ടുള്ളത്. നേരത്തെ തന്നെ KPCCക്ക് NM വിജയേട്ടൻ 2021 ഇത് സംബന്ധിച്ച് കത്തെഴുതിയതാണ്. ആ ഘട്ടത്തിൽ KPCC ഈ വിഷയത്തിലൊരു നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഈ 2 ജീവനുകൾ നഷ്ടപ്പെടില്ലായിരുന്നു. അപ്പോൾ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് എല്ലാ ഘട്ടത്തിലും ഈ നിയമന വിവാദവും നിയമന കോഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ഘട്ടത്തിലും കോൺഗ്രസ് സ്വീകരിച്ചത്. അതിൻ്റെ ഒരു ഇരയായിക്കൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഇവിടെയുള്ള നേതാക്കളുടെയും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തിൻ്റെയും ഒക്കെ നിലപാടിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന നിലപാടിൻ്റെ ഇരയായിട്ടാണ് NM വിജയേട്ടൻ മരണപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ഗൗരവമായി തന്നെ കേരളീയ സമൂഹം കോൺഗ്രസിൻ്റെ ഈ വികൃതമുഖം തിരിച്ചറിയുന്നുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള ന്യായീകരണം നടത്തി നിൽക്കുന്നതിന് പകരം ഈ നിയമന തട്ടിപ്പ് നടത്തുകയും അതുപോലെ തന്നെ 2 ജീവനുകൾ പൊലിയാൻ കാരണമാവുകയും ചെയ്തവരെ രാജിവെപ്പിക്കാനും തൽസ്ഥാനത്ത് നിന്ന് നീക്കാനും ആവശ്യമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കേണ്ടത്. തീർച്ചയായും വലിയ വിവാദങ്ങളിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം തന്നെ പോകുന്നത്. വയനാട് CPM ജില്ലാ സെക്രട്ടറി K. റഫീഖാണ് പ്രതികരിച്ചത്. കോൺഗ്രസ് അഴിമതിക്കാരെ സംരക്ഷിക്കുന്നുവെന്നും അതിന്റെ ഇരയാണ് NM വിജയൻ എന്നുമാണ് പറയുന്നത്.